ഒരു വാക്ക് കണ്ണടച്ച് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ആ സ്നേഹം നിറഞ്ഞ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അതെ കർത്താവേ, ഞങ്ങൾക്ക് കേൾക്കുന്നതിനെക്കാട്ടിലും ആ ദാഹത്തെക്കാട്ടിലും കർത്താവേ, അവിടത്തേക്ക് ഞങ്ങളോട് സംസാരിക്കുവാൻ, ഞങ്ങളോട് അവിടുത്തെ വചനം പങ്കുവെക്കുവാൻ അവിടത്തേക്ക് എത്ര വാഞ്ചയോടെ ദാഹത്തോടെ ഞങ്ങളെ ചേർത്ത് കൊള്ളുന്ന ആ ഒരു തിരുഹൃദയത്തിൻ്റെ ആ വാത്സല്യാതിരേകത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് തികച്ചിരിക്കുന്ന ആ ക്രൂശിലെ പ്രവർത്തിക്കായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളിതിനെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ മുഖപ്രകാശത്തിൽ അവിടുത്തെ വചനത്തെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ഞങ്ങൾ പാടിയതുപോലെ വേദപ്രമാണത്തിൽ അവിടുത്തെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ അകക്കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ കർത്താവ് ഞങ്ങളെ ചെറുപിടിക്കുന്ന സമയം വ്യർത്ഥമായി പോകുമല്ലോ. കർത്താവ് അവിടെ അത് ചെയ്യണം. ശ്രദ്ധയോടിരിപ്പം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ അങ്ങേ കേൾപ്പാനുള്ള ആ ഒരു വലിയ ആദരവോടെ ഭക്തിയോടെ ആയിരിക്കാം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാൽ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നില്ല. യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ഒരു ചെറിയൊരു വാക്യം, കർത്താവ് ക്രൂസിൽ അവസാനം പറയുന്നൊരു വാക്യമാണ്. ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി. യോഹന്നാൻ 19-ന്റെ 30-ാമത്തെ വാക്യം. അത് നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് പോവാം. യോഹന്നാൻ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ക്രൂസിൽ കർത്താവിൻ്റെ 7 മൊഴികൾ, 7 സെൻറ്റൻസസ് കർത്താവ് ക്രൂസിൽ പറഞ്ഞതായിട്ട് നമുക്കറിയാം. അതിൽ 6-ാമത്തെ മൊഴിയായിട്ടോ 7-ാമത്തെ മൊഴിയായിട്ടോ ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവസാനത്തെ മൊഴിയായിട്ട് നമ്മൾ കാണുന്നു. ലൂക്കോസ് 23:46 പിതാവേ, അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നത്, അത് ഏതിനും 6-ാം സ്ഥാനമോ 7-ാം സ്ഥാനമോ നമുക്ക് കൊടുക്കാം. ഏതായാലും കർത്താവ് അവസാനമായിട്ട് പറഞ്ഞൊരു സെൻറ്റൻസ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ക്രൂസിലെ 7 മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ എന്നുള്ളൊരു ഭാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ പല അധ്വാനത്തിൻ്റെ കാര്യവും പല പോരാട്ടത്തിൻ്റെ കാര്യവും അതെല്ലാം ശരിയാണ്. നമ്മൾ വലിയ ആത്മാവിൻ്റെ തരത്തിലുള്ള വലിയ പോരാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാം വൈരുദ്ധ്യങ്ങളാണെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. വെള്ളിയാഴ്ചയുടെ മീറ്റിങ്ങിൽ ജോർജ് ബേർ പറഞ്ഞതുപോലെ, പല സാത്താനെ തോൽപ്പിച്ചെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും സാത്താനെ ഇടം കൊടുക്കരുതെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ. ഇല്ലാതെ ഒത്തിരി പാരഡോക്സസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ. കർത്താവ് എല്ലാം തികച്ചിരിക്കുന്നു, എന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും കൂടുതൽ നമ്മൾ എംഫസിസ് ചെയ്യുന്നത് നമ്മൾ വട്ടപൂജാവുന്നതിനെക്കുറിച്ചും നമ്മൾ ക്രൂശ് എടുക്കുന്നതിനെക്കുറിച്ചും നമ്മളെ തന്നെ താഴ്ത്തുന്നതിനെക്കുറിച്ചും ഒക്കെ. അതെ, ശരിയാണ്, അത് തീർച്ചയായിട്ടും അത് വചനത്തിലുള്ള എംഫസിസ് ആണ്. എന്നാൽ വചനത്തിലുള്ള വേറൊരു എംഫസിസ് എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. എല്ലാം യേശു കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതാണ് നമ്മളിവിടെ യോഹന്നാൻ 19-ന്റെ 30 നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു സ്വസ്ഥതയാണ് നൽകുന്നത്, വലിയൊരു വിശ്രമമാണ്. ശരിയാണെന്ന് നമുക്ക് വലിയ ഓട്ടം ഓടാനുണ്ട്, മാരത്തോൺ റേസാണ്, മഹോപദ്രവവും ബാക്കിയുള്ള പല പല കാര്യങ്ങളുമൊക്കെ, ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ ആ അധ്വാനവും കാര്യങ്ങളുമൊക്കെ അങ്ങ് ആത്മാവിൻ്റെ തലത്തിൽ വരുന്ന ഒരു അധ്വാനവും കാര്യങ്ങളുമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പോരാട്ടത്തെക്കുറിച്ചും നമ്മൾ ക്രൂശെടുക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കുറിച്ചും സ്വയത്തെ മരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് നമ്മൾ കേൾക്കണം. എന്നാൽ കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ കുറേ സെൽഫ് എഫേർട്സ്, മാർത്തെ പോലെ പല കാര്യങ്ങൾ, അത് ചെയ്യണം, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട്, ഭയങ്കര സ്ട്രഗിളായിട്ട് നമ്മളുടെ ക്രിസ്തീയ ജീവിതം ഒരു ഭാരം പിടിച്ച്, ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലായിരിക്കും. ഇസ്രായേൽ മക്കളെ പോലെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അവിടെ ഇതുണ്ടായിരുന്നു, ഇവിടെ കാനാനിൽ എത്തിയില്ല. എന്നാൽ കർത്താവ് എല്ലാം ഒരുക്കി കർത്താവ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ, യേശു പുളിച്ച് വീഞ്ഞ് കുടിച്ച ശേഷം നമ്മൾ നല്ല വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി കർത്താവ് പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി. മലയാളത്തിൽ ഒറ്റ വാക്യമേ ഉള്ളൂ, നിവൃത്തിയായി. ഇംഗ്ലീഷിന് 3 വാക്കാണ്, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ഗ്രീക്കിൽ ടിലയോ എന്നുള്ളൊരു വാക്കാണ്. ടിലയോ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ടു എ ക്ലോസ്, നിവൃത്തിയായി, അവസാനിച്ചിരിക്കുന്നു, സമാപിച്ചിരിക്കുന്നു, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം.
എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പിതാവിൻ്റെ അവിടുത്തെ കാര്യങ്ങളിൽ ഭരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ലൂക്കോസിലുള്ള ആ വാക്യം നമ്മൾ ലൂക്കോസ് 23:46 ആ വാക്യം നമ്മൾ ചേർന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അത് നമുക്ക് എത്ര മെസ്സേജ് കേട്ടാൽ ചിലപ്പോൾ അത് നമുക്ക് കത്തണമെന്നില്ല. എന്നാൽ വേദപ്രമാണത്തിലൂടെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കണം. നമ്മളുടെ ഈ കണ്ണിപ്പം തുറന്നു എന്ന് നമ്മുടെ അകക്കണ്ണുകൾ അതിന് വെളിപ്പാടായിട്ട്, അതായത് എല്ലാം നിവർത്തിയായി, കർത്താവ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു, ക്രൂശിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ക്രൂശിലെല്ലാം നിവർത്തിയായി എന്ന് പറയുമ്പം എന്തൊക്കെ നിവർത്തിയായെന്ന് വെച്ചാൽ കാര്യങ്ങൾ നിവർത്തിയായി. നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിവർത്തിയായി. നമ്മളായിട്ട് ഇനി എന്തെങ്കിലും നമ്മുടെ സ്വയാധ്വാനം, നമ്മളിനിയിപ്പം മുട്ടിയിലഴിഞ്ഞ് മല കയറണമെന്നോ, അല്ലെങ്കിൽ ഇത്ര മെഴുകുതിരി കത്തിക്കണമെന്നോ, ഇത്ര കുർബാന കൈക്കൊള്ളണമെന്നോ, ഇത്ര ബൈബിൾ വായിക്കണമെന്നോ, ഇത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ ഇത്ര പല ചടങ്ങുകൾ ചെയ്യണമെന്നോ, അങ്ങനെയുള്ളതൊന്നും ഇല്ല. നമുക്ക് നമ്മളുടേതായ സ്വയത്തുള്ള ഒരു അധ്വാനവും ഇല്ലാതെ അത് രക്ഷയുടെ നമ്മൾ ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യം മാത്രമല്ല, തുടർന്നുള്ള ദേഹിയുടെ രക്ഷയിലും, നമ്മുടെ പ്രാണന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയിലുള്ള വളർച്ചയിലും അതേ പ്രിൻസിപ്പിൾ തന്നെ ദൈവവചനത്തിൽ നമ്മളെ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവനിൽ നടക്കുവിൻ. ഇവിടെ യോഹന്നാൻ 19 തീർന്നില്ല. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട്, ഞാനിങ്ങനെ വചനത്തിൽ കീബോർഡ് വായിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ, എന്നുവെച്ചാൽ ഒരു വിരൽ ഇവിടെ വെച്ചുകൊണ്ട് ആ വിരൽ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ദിവസം അയച്ചു കയ്യിൽ 10 വിരലുണ്ട്, കാലിൽ വിരലെടുക്കാൻ ഞാൻ പറയത്തില്ല, അതുകൊണ്ട് കയ്യിൽ 10 വിരലുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു യോഹന്നാൻ 19 ഒരു വിരൽ വെച്ചുകൊണ്ട് കൊളോസ്യർ 3 ഞാൻ ആ വാക്യം എടുക്കണം വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്യം തന്നെ, അതായത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴും വളരുമ്പോഴും ഉള്ള ആ ഒരു കാര്യം അവിടെ നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ അവനെ സ്വീകരിച്ചതുപോലെ തന്നെ, അതായത് ആ 2:6 ഞാൻ 3:6 തെറ്റായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു, സോറി, 2:6 ദേഫോ അതുകൊണ്ട് ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും. കൈക്കൊണ്ടത് ഒരു രീതിയിൽ കൂട്ടായ്മയിൽ നടക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്തൊക്കെയോ ചക്രശ്വാസം വലിക്കണം എന്നുള്ളൊരു കാര്യമല്ല. അതും രക്ഷയ്ക്കായിട്ട് നമ്മളെന്താ ചെയ്തത്? നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്തു, നമ്മൾ പ്രതികരിച്ചെന്ന് പറയുമ്പം നമ്മൾ പരിശുദ്ധാത്മാവാണ് നമ്മളതിനെ സഹായിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മളുടെ മേലുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മളുടെ ഒരു പാർട്ടുണ്ട്, നമ്മുടെ ഒരു പാർട്ടും ഇല്ലെന്ന് കാൽവിനിസ്റ്റ് ഒരു ദുരുപദേശമൊക്കെ ക്രിസ്ത്യ ലോകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാർട്ടും ഇല്ല, ദൈവം എല്ലാം അങ്ങ് ചെയ്യും, ദൈവം പരമാധികാരി, ആരെങ്കിലും വേണമെങ്കിലും രക്ഷിക്കും. അതുകൊണ്ട് അങ്ങനെ അതൊരു വേറൊരു എക്സ്ട്രീമാണ്. അപ്പോൾ നമ്മുടെ ഒരു പാർട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ദൈവം പക്ഷപാതിയാണെന്ന് പറയേണ്ടി വരും. വെച്ചാൽ കുറേ പേരെ രക്ഷിച്ചു, കുറേ പേരെ നരകത്തിലേക്ക് തള്ളാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചേക്കുന്നു. അത് ഒരു ഡ്രാമ ഡയറക്ടറെ പോലെ അങ്ങനെ ഒരു ദൈവമല്ല നമ്മളുടെ ബൈബിളിലെ വെളിപ്പെടുത്തപ്പെട്ട കർത്താവ് എന്ന് പറയുന്നത്. അപ്പം കർത്താവ് എല്ലാവരെയും രക്ഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളുടെ ഒരു ചോയ്സ് ഉണ്ട്, നമ്മുടെ ഒരു വിൽ പവർ ഉണ്ട്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ, നമ്മൾ പല ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ പരിശുദ്ധാത്മ നമ്മളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്നിരിക്കും. ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ ഒരു സായാഹ്നത്തിലോ ഒരു മായനത്തിലോ ഒക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളങ്ങ് നമ്മുടെ ഹൃദയവാതിൽക്കലങ്ങ് കർത്താവിനങ്ങ് തുറന്നു കൊടുത്ത്, കർത്താവ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അങ്ങ് എല്ലാം നിവർത്തിയായല്ലോ, അവിടുന്ന് ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഞാൻ രക്ഷിക്കപ്പെടാനായിട്ട് ഇനിയിപ്പം എൻ്റെ എന്തെങ്കിലും കഠിനാധ്വാനം കൊണ്ടല്ല, ഞാൻ എന്തോ വിശുദ്ധനായിട്ട് ജീവിച്ചങ്ങ് രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. മറിച്ച് കർത്താവ് ഞാനെന്ന് ചോദിച്ച പാപിയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ഇനിയിപ്പം ഒന്നാമനെക്കാട്ടിലും വലിയ സ്ഥാനം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ. അത്ര അഗ്രഗണ്യനാണ്. കർത്താവ് എനിക്ക് പാപം ചെയ്യാനേ അറിയത്തുള്ളൂ, ഞാൻ ഇത്ര അതപ്പതിച്ചൊരു ജഡമുള്ളവനാ ഞാൻ, കർത്താവ് ഒന്നുമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്രൂശിൽ മാത്രം നമ്പുന്നു, വെറും കൈ ആയിട്ട് ഞാൻ ക്രൂശിൽ മാത്രം നമ്പുന്നു എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ അങ്ങനെ നമ്മളങ്ങ് രക്ഷിക്കപ്പെട്ടു. നമ്മളങ്ങ് റെസ്പോണ്ട് ചെയ്തു കർത്താവിൻ്റെ ആ പ്രോംപ്റ്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മളങ്ങ് പ്രതികരിച്ചു. കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ മനസാക്ഷി, ആത്മാവിൻ്റെ കണ്ണാകുന്ന മനസാക്ഷിയെ കഴുകി പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ഒരു പുതുജീവൻ കിട്ടി. അതിനുശേഷവും പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് അത് നമ്മളിപ്പം കൊളോസ്യർ 2:6 വായിച്ചതുപോലെ, ആകയാൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവൻ്റെ കൂട്ടായ്മയിൽ അങ്ങ് നടക്കുവിൻ. കർത്താവിനുള്ള കൂട്ടായ്മയിൽ പിന്നെയും കർത്താവിൻ്റെ പ്രേരണ. അപ്പം അതുകൊണ്ട് തീരുന്നില്ല, വീണ്ടും കർത്താവ് അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ്, ചിലപ്പം വചനം എടുത്ത് വായിക്കാനായിരിക്കും, പ്രാർത്ഥിക്കാനായിരിക്കും, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ഒറ്റയ്ക്ക് ചെലവഴിക്കാനായിരിക്കും, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളുടെ വീട്ടിലുള്ളവരോട് പറയാനായിരിക്കും, നമ്മൾ വചനം വായിക്കാനും ധ്യാനിക്കാനും, അതുപോലെ നമ്മൾ മീറ്റിങ്സ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മൾ സത്യസന്ധരായിട്ടിരിക്കുന്ന കാര്യം, നമ്മളുടെ
പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളുടെ നാവ്, നമ്മളുടെ കണ്ണ്, നമ്മളുടെ ചെവികൾ, അതെല്ലാം നമ്മളുടെ ആ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ വന്നുകൊണ്ടേയിരിക്കും. കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവർ കൂട്ടായ്മയിൽ നടക്കുവാനായിട്ട് അത് നമ്മൾ തിരിച്ച് യോഹന്നാൻ 19:30 വരുമ്പോൾ എല്ലാം നിവൃത്തിയായി, എല്ലാം കർത്താവ് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു ഉപമ മത്തായി 22 അധ്യായത്തിലേക്കൊന്ന് വരുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? മത്തായി 22 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. അവിടെ സ്വർഗരാജ്യത്തെ ഒരു കല്യാണ വിരുന്നിനോട് ഉപമിച്ചിരിക്കുക. മത്തായി 22 അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കല്യാണ വിരുന്നിൻ്റെ ഉപമ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്ന് കഴിച്ചെന്ന് പറയുമ്പം ഭക്ഷിച്ചെന്നല്ല, കല്യാണ വിരുന്ന് കൊടുത്ത ഒരു ഹു ഗേവ് എ വെഡിങ് ഫീസ്റ്റ് ഫോർ ഹിസ് സൺ, കല്യാണ സദ്യ കൊടുത്ത ഒരു രാജാവിനോട് സദൃശ്യം. ഈ രാജാവ് കല്യാണ വിരുന്നിന് എല്ലാവരും വിളിക്കുമ്പോൾ അവനെന്താ പറയുന്നേ? അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുമ്പോൾ മനസ്സായില്ല. പിന്നെ അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴ ഒരുക്കി തീർന്നു, എൻ്റെ കാളുകളെ തടിച്ച മൃഗങ്ങളെ ഇനി അറുക്കാനുണ്ട്, നിങ്ങളെല്ലാം വന്ന് ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വെച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? എവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണം. അതായത് സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങളിനി വന്നെല്ലാം അധ്വാനിച്ച്, നിങ്ങൾ ആദ്യം മുതലേ പച്ചക്കറിയൊക്കെ പോയി വാങ്ങിച്ച്, പിന്നെ ചിക്കനും മട്ടനൊക്കെ കൊണ്ടുപോയി വാങ്ങിച്ച്, കുറച്ച് റൈസൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അടുപ്പത്തിട്ടോ, നിങ്ങൾ എല്ലാം ചെയ്തോ എന്ന് പറയുന്ന രൂപമേ അല്ല. മറിച്ച് എന്താ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫിനിഷ്ഡാണ്. ഇതെല്ലാം ഒരുങ്ങി, എവറിത്തിങ് ഈസ് റെഡി. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എവറിത്തിങ് ഈസ് റെഡി, എല്ലാം റെഡിയാണ്, എല്ലാം ഓക്കെയാണ്. നമ്മൾ വന്നിരുന്നങ്ങ് ഭക്ഷിച്ചാൽ മതി. അല്ലാതെ നമ്മളിനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിന് ജോജിഫർ ഉപമ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കല്യാണ സദ്യക്ക് എന്നിരിക്കുമ്പോൾ, നമ്മളവിടെ ക്ഷണിതാവായിട്ട് എന്നിരിക്കുമ്പോൾ നമ്മൾ ഇത് ഒരിലയ്ക്ക് ഇനി എത്ര ആവും, ഇതിന് എത്ര രൂപയുണ്ട്, ഇതിന് തോരന് എത്ര ചിലവായി കാണും, അച്ചാറിന് എത്ര ചിലവായി കാണും, ഇത് ഇത്ര പേര് വന്നു, നമ്മളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വലിയ കാര്യത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ എമ്പൊക്കെ വിട്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മളങ്ങ് പോകും. നമ്മൾ ആ സദ്യ അത് ആസ്വദിച്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യമാണ്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവാണെന്ന കർത്താവ് എവിടെ പറയുന്നത്? മത്തായി 11:30 വാക്യത്തിൽ പറയുന്ന ആ ഒരു വാക്യം നമുക്കറിയാം. ആ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു മാധുര്യം, അതിൻ്റെ ഒരു സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ നമ്മളുടെ ആ വലിയ പെടാപ്പാട്, നമ്മുടെ ആത്മാർത്ഥത, നമ്മൾ സിൻസിയർ ആയിരിക്കുന്ന നമ്മളുടെ വലിയ ആത്മാർത്ഥതയിലും ഒക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ വി ക്യാൻ ബി സിൻസിയർലി മിസ്റ്റേക്കൺ ഇൻ സം ആസ്പെക്ട്സ്. ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം അങ്ങ് ഓട്ടം കഴിഞ്ഞ് അവിടെ അങ്ങ് എത്തുമ്പോഴായിരിക്കും, അയ്യോ കർത്താവ് ഇതെല്ലാം ചെയ്തു വെച്ച് ഞാനായിട്ട് എന്തൊക്കെയോ ഏതാണ്ടൊക്കെ എൻ്റെ സ്വയത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിത് വേറൊരു എക്സ്ട്രീമിലോട്ട് പോയി നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്നതും അല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മളവിടെ ആ വാക്യങ്ങളുടെ നമുക്ക് എടുക്കാം. അവിടെ ഒരു ബാലൻസ് വേണമല്ലോ. കൊളോസ്യർ 1 അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിലെ പൗലോസിൻ്റെ അധ്വാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അത് ആത്മാവിൻ്റെ തരത്തിലുള്ളൊരു അധ്വാനമാണ്. അത് പൗലോസ് കൊളോസ്യർ 1 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ എല്ലാവരെയും ക്രിസ്തുവിൽ, ഏത് മനുഷ്യനെയും അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാനിവിടെ കൈയും കെട്ടിയിരിക്കുന്നു എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? 29 അതിനായിട്ട് ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അയ്യോ എന്തൊരു അധ്വാനമാണ്! പൗലോസിൻ്റെ വാക്കുകളൊക്കെ അങ്ങ് ഡിക്ഷണറിയിൽ നിന്ന് പല പല വാക്കുകളെടുത്ത് എന്താ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നു, വെറുതെ വ്യാപിക്കുന്നത്, ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പം ഇതല്ലല്ലോ മുമ്പേ ഞങ്ങൾ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ മെസ്സേജിൽ ജോജിബേർ പറഞ്ഞതല്ലേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എൻ്റെ അപ്പുറത്ത് പറയുമ്പോൾ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ചോദിക്കും, അങ്കിൾ ഇപ്പോൾ അതല്ലല്ലോ പറഞ്ഞ്, ഇപ്പം എല്ലാം നിവൃത്തിയായി എന്നല്ലേ പറഞ്ഞത്, ഇവിടെ പറയുന്ന ഇദ്ദേഹം പിന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതനുസരിച്ച് നമ്മുടെ സ്വയത്തിൻ്റെ തലത്തിൽ, നമ്മുടെ ജഡത്തിൻ്റെ സ്വയത്തിൻ്റെ സെൽഫ് ലൈഫിൻ്റെ തലത്തിൽ അവിടെ ഒരു അധ്വാനമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സെൽഫ് എഫേർട്സ്, നമ്മുടെ സെൽഫിൽ നിന്ന് ഉരുവാകുന്ന തരത്തിലുള്ള വലിയ ഒരു കാര്യവും ദൈവത്തിന് പ്രസാദകരമല്ല. നമ്മുടെ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്ന അധ്വാനങ്ങളും അതെല്ലാം കറപുരണ്ട തുണിയാണ്. നമ്മളുടെ സ്വയത്തിൻ്റെ നീതി പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണിയാണെന്നാണ് ഇവിടെ പറയുന്നത്. യെശയ്യാവ് 64-ന്റെ 6 വാക്യത്തിൽ നമ്മൾ സുവിശേഷം പറയുമ്പം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്യം അത്. യെശയ്യാവ് 64-ന്റെ 6 വാക്യത്തിൽ നിങ്ങളുടെ
നീതി പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ വിചാരം, പലരുടെയും വിചാരം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് കറയില്ലാതായിത്തീരും. അങ്ങനല്ല. സ്വയത്തിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായാലും രക്ഷിക്കപ്പെടുന്നതിന് ശേഷമായാലും ചെയ്യുന്നതെല്ലാം കറപുരണ്ട തുണിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ചെയ്യുന്നത് അത് കുഞ്ഞാടിൻ്റെ കല്യാണ വസ്ത്രമാകുന്നു, വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ കർത്താവിൻ്റെ കല്യാണ വസ്ത്രമാകുന്നു എന്ന് നമ്മൾ ഇവിടെ ഒരു വിരൽ, കൊളോസ്യർ 1 വിരൽ വെച്ചുകൊണ്ട് നമ്മളെ വെളിപാട് 19 അധ്യായത്തിൻ്റെ അതിൻ്റെ 8ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പം കാന്തയ്ക്ക് അവൾക്ക് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പം സ്വയത്തിൽ നിന്നുള്ള നീതി പ്രവൃത്തികൾ എന്തുവാ? കറപുരണ്ട തുണിയാ. എന്നാൽ നമ്മൾ കർത്താവിലുള്ള ഒരു വിശ്രമത്തിൽ, കർത്താവ് എല്ലാം നിവർത്തിച്ച, എല്ലാം ഫിനിഷ് ചെയ്ത കർത്താവിൻ്റെ ആ ഒരു ഫിനിഷ്ഡ് വർക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കർത്താവെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. അവിടുത്തെ ആ സ്വസ്ഥതയിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവ് തരുന്ന ആ പ്രേരണയിൽ, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തിയിൽ, സ്നേഹത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ കല്യാണ വസ്ത്രം. അതിൻ്റെ കോൺട്രാസ്റ്റ് അതാണ് നോക്കുന്നത്. ഒന്ന് കറപുരണ്ട തുണി, മറ്റൊന്ന് കല്യാണ വസ്ത്രം. കല്യാണ വസ്ത്രം എന്ന് വെച്ചാൽ ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രം. മറ്റൊന്ന് അങ്ങനെ കറപുരണ്ട തുണി വെച്ചാൽ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ആ ഒരു അതുപോലുള്ള കറപുരണ്ട തുണി എന്നുള്ളൊരു കാര്യമാണ് അവിടെ യെശയ്യാ 64 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതാ വലിയൊരു കോൺട്രാസ്റ്റ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കറപുരണ്ട തുണികൾ വരാനുള്ളൊരു സാധ്യത വീണ്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പൗലോസിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു കൊളോസ്യർ 1:29 ഫോർ ദിസ് പർപ്പസ് ഐ ലേബർ, എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് നിർത്തണം. അതുകൊണ്ട് പൗലോസ് അധ്വാനിക്കുക. ഐ ലേബർ ഇങ്ങനെ സ്ട്രൈവിങ് അക്കോർഡിംഗ് ടു ഹിസ് പവർ, അവിടുത്തെ ബലത്തോടെ, വിച്ച് മൈറ്റ്ലി അത് ശക്തിയോടെ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിയാൽ, വിച്ച് മൈറ്റ്ലി വർക്ക്സ് വിത്തിൻ മീ, ആ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് പൗലോസ് അതുപോലെ അധ്വാനിച്ചുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശബത്ത് ദിവസത്തിൽ കർത്താവ് ആരെയാണ് സൗഖ്യമാക്കി? അവിടെ ബെഥേസ്ദ കുളക്കരയിലുള്ള ഒരാളെ സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ യോഹന്നാൻ 5ാം അധ്യായത്തിൽ വായിക്കുന്നു. ബെഥേസ്ദ കുളക്കരയിൽ 38 വർഷമായിട്ട് തളർവാദമായിട്ട് കിടന്ന ഒരാളെ കർത്താവ് സൗഖ്യമാക്കുക. അപ്പം എല്ലാവരുടെയും ആരോപണം, അവിടെ പരീശന്മാരുടെ എല്ലാ ആരോപണം എന്താ? ഇവൻ ശബത്ത് ലംഘിച്ചിരിക്കുന്നു, ശബത്ത് സമയത്ത് വിശ്രമിക്കേണ്ട സമയത്ത് ഇവൻ വന്ന് ജോലി ചെയ്യുന്നു, ഇവന് സൗഖ്യമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കർത്താവിനെ കൊല്ലാൻ നോക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ആ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ സൗഖ്യത്തെക്കുറിച്ച് യോഹന്നാൻ 5ാം അധ്യായത്തിന് ആദ്യത്തെ 15 വാക്യങ്ങളിൽ ആ സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ സൗഖ്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം എന്താ 16ാമത്തെ വാക്യത്തിൽ യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. ദേ വർ പെർസിക്യൂട്ടിങ് ഹിം. യേശു അവരോട് പറഞ്ഞ എന്താ? യഥാർത്ഥത്തിൽ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ഞാനായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല, പിതാവിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുക. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ തൊട്ട് താഴെ അപ്പം പിതാവിനോട് ഇക്വേറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുല്യനാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും കോപം വന്ന് ഇരുതിയിൽ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞതുപോലെ അവർ കർത്താവിനെ കൊല്ലാൻ വേണ്ടി പിന്നെയും നോക്കി 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നേ. 17ാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, പിതാവിന് ശബ്ബത്തില്ല. പിതാവിൻ്റെ ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിതാവ് ആത്മാവിൻ്റെ തലത്തിൽ അവിടുന്ന് എല്ലാം ചെയ്ത് നിവൃത്തിയായിരിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒരു ആത്മാവിൻ്റെ തലത്തിലുള്ളൊരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പിതാവിനോട് ഇവനെ ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് 18ാമത്തെ വാക്യം യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. അപ്പോഴത്തേക്കും കർത്താവ് പറയുക, അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പറയും, ഞാൻ പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ. അത് ആ ഒരു വിശ്രമത്തിലുള്ള പ്രവൃത്തി. വിശ്രമവും പ്രവൃത്തിയും രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ വലിയ വിശ്രമത്തില്ല, നമ്മൾ വലിയ റെസ്റ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങ് ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല. നമ്മൾ പൗലോസൊക്കെ പറഞ്ഞാൽ എന്താ, ആരെക്കാട്ടിലും കൂടുതൽ അധ്വാനിച്ച മനുഷ്യനാണ്. എന്നാൽ പൗലോസായിരുന്നു ഏറ്റവും അധികം റെസ്റ്റിലായിട്ട് കർത്താവിലുള്ള ഒരു സ്വസ്ഥതയിൽ പ്രവേശിച്ച് ആ ഒരു റെസ്റ്റിലായിട്ടിരുന്നൊരു കാര്യം. അത് ആ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യം നമ്മൾ പറയുന്നത്. നമ്മൾ കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടെടുത്തു, ക്രിസ്തുവിൽ നമ്മളെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. എഫേസ്യർ 1:3-4 വാക്യങ്ങൾ നമുക്കറിയാം. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലൊരു വാക്യം നമ്മൾ 2 പത്രോസിലും വായിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. 2 പത്രോസ്. ഞാൻ ഈ ഒരു ബാലൻസ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന പോലെ ഈ ഒരു
പക്ഷേ ഒരിടത്ത് ഭയങ്കര വിശ്രമം എല്ലാം ദൈവം ചെയ്തിരിക്കുന്നു, മറ്റിടത്ത് പറയുന്നത് നമ്മളെന്തോ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം നമ്മൾ അധ്വാനിച്ച് പോരാടണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതാ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു ബാലൻസ്. അത് നമ്മൾ 2 പത്രോസ് 1:3 വാക്യത്തിൽ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ, നമ്മെ വിളിച്ചവനെ അറിയുന്നതിൽ, കർത്താവിനെ നമ്മളെ അറിയുന്നതിൽ, ടു ദ നോളജ് ഓഫ് ഹിം, കർത്താവിനെ നമ്മൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് കൃപയും പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും, നമ്മളുടെ ഭൗതിക ജീവനാവട്ടെ ആത്മീയ ജീവനാവട്ടെ നമ്മുടെ ലൈഫ്, അതിനും ഭക്തിയോടെ നമുക്ക് ഈ ഗോഡ്ലിനെസ്, ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്, അതിന് വേണ്ടുന്നതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവ് എല്ലാം ഓൾറെഡി എവറിത്തിങ് ഹി ഹാസ് ഗ്രാൻറ്റഡ് ബൈ ഹിസ് ഡിവൈൻ പവർ, സീയിങ് ദാറ്റ് ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻറ്റഡ് ടു us എവറിത്തിങ് പെർട്ടൈനിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുക ഹാസ് ഗ്രാൻറ്റഡ്. കർത്താവ് ഓൾറെഡി എല്ലാം ചെയ്തു തന്നിരിക്കുന്നു. അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു സ്വസ്ഥതയിലേക്ക് വരണമെങ്കിലും, യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവിൻ്റെ തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്കും അധ്വാനത്തിലേക്കും ഒക്കെ വരണമെങ്കിൽ നമ്മളുടെ അകക്കണ്ണുകൾ, കർത്താവ് ആ ക്രൂസിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പം നമ്മുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടുന്നതെല്ലാം കർത്താവ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നേരിടേണ്ടതായിട്ടുള്ള ടെംപ്റ്റേഷൻസ്, ആ പ്രലോഭനങ്ങളെല്ലാം നേരിട്ട് ജയിച്ചിരിക്കുന്നു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. സാത്താൻ്റെ തല തകർത്തിരിക്കുന്നു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. പിന്നെന്താ, നമ്മളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി. അങ്ങനെ പല കാര്യങ്ങളും ക്രൂശിൽ നിവൃത്തിയായി. എന്നാൽ നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് പോലെ നമ്മളുടെ ആ ഒരു രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നമ്മൾ കർത്താവിൻ്റെ വരവൻ നാൾ വരെയും നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ വിശുദ്ധിയോടെ, എങ്ങനെ ദൈവഭക്തിയോടെ ജീവിക്കണം, എങ്ങനെ അനുസരണത്തോടെ ജീവിക്കണം, അതിനുള്ള കാര്യങ്ങളെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുക. ഇനി നമ്മളതങ്ങ് ഓരോ ദിവസവും നമ്മളെ തന്നെ താഴ്ചതങ്ങ് സ്വായത്തമാക്കിയാൽ മതി. അപ്പം നമ്മൾ പറയും, അപ്പം സഹോദരനെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് വട്ടപൂജ്യമാകണം എന്നല്ല. ഇപ്പം പറയുന്നത് എന്തോ എല്ലാം കിട്ടിക്കഴിഞ്ഞെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വട്ടപൂജ്യമായാലേ എല്ലാം കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു വാക്യം വായിക്കുവാണെങ്കിൽ യെശയ്യാവ് 43 അധ്യായത്തിൽ പലപ്പോഴും നമ്മുടെ മോളി സിസ്റ്ററൊക്കെ കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ്. യെശയ്യാവ് 43 അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താ? നീ വിലയേറിയവനാ, നീ മാന്യനാ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. യു ആർ പ്രഷ്യസ് ഇൻ മൈ സൈറ്റ്, യു ആർ ഓണേർഡ് ആൻഡ് ഐ ലവ് യു, യു ആർ ഓണേർഡ്. സോ നീ വളരെ ആദരിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മാന്യ വ്യക്തി, മാന്യദേഹം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെക്കുറിച്ച് ഒന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം വളരെ ഓണറോടുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പം നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ തോന്നാത്തതിൻ്റെ കാരണം നമ്മളെക്കുറിച്ച് തന്നെ സ്വയത്തിലുള്ള നമ്മളെ ചിന്തകളോ, ഞാൻ ഒത്തിരിയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ആ കൽപ്പനയിൽ ഞാൻ വീണുപോയി, ഈ പ്രലോഭനത്തിൽ ഞാൻ വീണുപോയി, ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കർത്താവിന് എന്നെ ഇഷ്ടമല്ലായിരിക്കും, എന്നെ ഇനി എപ്പോഴാണ് തള്ളിക്കളയുന്നത്, ഇനിയിപ്പം ഞാനിനിയിപ്പം സഭയിൽ വരേണ്ട കാര്യമുണ്ട്, ഇനിയിപ്പം ബൈബിൾ വായിച്ചിട്ട് വലിയ പ്രയോജനമുണ്ട്, ഈ മെസ്സേജൊക്കെ കേട്ടിട്ട് എല്ലാം അതുപോലെയൊക്കെ തന്നെ ഉള്ളത്, ഇനിയിപ്പം വലിയ ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ആ സ്വയബലത്തിലൊന്ന് തകർന്ന് ഒരു സീറോ ആകുന്നത്, എൻ്റെ ആ ഒരു പാരഡോക്സ് എന്ന് പറഞ്ഞാൽ, എൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സീറോ ആകുമ്പോഴാണ് നമ്മളിൽ തന്നെ, നമ്മളുടെ കണ്ണിൽ നമ്മൾ ദൈവമുമ്പാകെ ഒരു വട്ടപൂജ്യം ആകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഒന്ന് നിറഞ്ഞ് നമുക്ക് ഈ വെളിപ്പാട് തരുന്നത്. എന്താ വെളിപ്പാട് തരുന്നത്? നമ്മളിത്രയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നമ്മൾ കർത്താവിൻ്റെ പുത്രനാണ്, പുത്രിയാണ്, രാജകീയ പുരോഹിത വർഗമാണെന്നൊക്കെയാണ് 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. നമ്മൾ മാന്യനാണ്, നമ്മൾ പ്രഷ്യസ് ആണ്, നമ്മൾ വിലയേറിയവനാണ്, വിലയേറിയവളാണ്, മാന്യയാണ്, കർത്താവിനെ സ്നേഹിച്ചിരിക്കുന്നു, അമ്മ മറന്നാലും മറക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ കർത്താവ് ചെയ്ത ആ ഒരു പ്രവൃത്തികളിൽ നമുക്കൊരു വെളിപ്പാടായിട്ട് കാര്യങ്ങളെ കിട്ടുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികളെയും വിവേകികളെയൊക്കെ മറച്ചു വെച്ചിട്ട് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 11:25 വാക്യം. നമുക്ക് ഈ ദൈവവചനത്തിലെ സത്യങ്ങളൊക്കെ അതൊരു വെളിപ്പാടായിട്ട്, അതൊരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നൊരു ശക്തിയായിട്ടും അതൊരു അനുഭവമായിട്ടും വെളിപ്പാടായിട്ടും കിട്ടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളുടെ ബുദ്ധിയിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായ ശരിയാണ്, അതും ശരിയാ ഇതും ശരിയാ
പക്ഷേ അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ട് നിൽക്കാതെ കർത്താവെ ഞാൻ എന്നെ അങ്ങ് താഴ്ത്തുന്നു, അവിടുത്തെ വചനത്തിൽ കർത്താവെ എല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവെ ഞാൻ എന്നെ അങ്ങ് താഴ്ത്തുന്നു, എന്നെ ഒരു വട്ടപ്പൂജ്യമായിട്ട് താഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. ഒരു ശിശുവിനെ പോലെ നമ്മൾ വളർത്തി നന്നാക്കി ഇടുക എന്നൊക്കെ നമ്മൾ പാട്ടിലിപ്പം പാടിയതുപോലെ, കർത്താവെ ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തി നന്നാക്കണേ, വ്യാജ വഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, എന്നെ കർത്താവെ എന്നെ അവിടുത്തെ വചനത്തിലെ അത്ഭുത കാര്യങ്ങൾ കാണാൻ എന്നെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ പാടിയതുപോലെ നമ്മളൊരു വട്ടപൂജ്യമായിട്ട് ദൈവമുമ്പാകെ ഒരു സീറോ ആയിട്ടായി തീരുമ്പോൾ അല്ലാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വയത്തിൽ പല ശക്തി ഉള്ളതുകൊണ്ട് ശിഷ്യന്മാരെ പോലെ നമ്മൾ വീണ്ടും കർത്താവിനെ വിട്ടിട്ട് പിന്നെ മീൻ പിടിക്കാൻ പോകുന്നത്. അവർ യോഹന്നാൻ 21 അധ്യായത്തിലൊക്കെ കർത്താവ് വലിയ വിളിയൊക്കെ വിളിച്ചു, ഇനിയിപ്പം എല്ലാം 3 തവണ തള്ളിയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ അതുകൊണ്ട് കാര്യമെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം എന്ത് ചെയ്യാം, ഞങ്ങൾ പോയി പഴയ പണി നോക്കാം, അപ്പോസ്തല പണിയൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇനി പോയി പഴയ മീൻ പിടിക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് അവർ സ്വയത്തിൽ ചെന്ന് അധ്വാനിക്കാൻ നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല. അവർ പിന്നെയും ദൈവത്തിന് അവരെ പിന്നെയും ഒരു വട്ടപൂജ്യമാക്കേണ്ടി വന്നു. ആദ്യം ലൂക്കോസ് 5 അധ്യായത്തിൽ പത്രോസിനെ ആദ്യം വിളിക്കുമ്പോഴേ അവനെ വട്ടപൂജ്യമാക്കി, എന്ന് വെച്ചാൽ ഒന്നും കിട്ടിയില്ല, രാവിലെ അധ്വാനിച്ച്. അതിനുശേഷം പിന്നെ 3.5 വർഷക്കാലം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഒരു വട്ടപൂജ്യമാക്കേണ്ടി വന്നു. ഇത് നമ്മൾ ആരാ മോൻ, നമ്മൾ ഭയങ്കര സ്വയത്തിൽ വളരെ ശക്തിയുള്ളവരാണ്. പത്രോസിന് പിന്നെ പല വീഴ്ചകളൊക്കെ വന്ന് പിന്നെ അവനെ ദൈവത്തിന് നുറുക്കേണ്ട വന്നെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് നമ്മുടെ അന്ത്യശ്വാസം വരെയും നമ്മുടെ ജഡത്തിൻ്റെ ആ തിരശ്ശീല സമ്പൂർണ്ണമായിട്ട് യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ ചീന്തപ്പെട്ടപ്പോഴാണ് കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞത്. യെരുശലേമിലെ തിരശ്ശീല, യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് പൂർണ്ണമായിട്ടും ചിന്തപ്പെട്ടപ്പോഴാണ് കർത്താവ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ അവിടെ യോഹന്നാൻ 19 വായിച്ചെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ കർത്താവ് വരുന്നിടം വരെയും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ജഡത്തിലെ പല കാര്യങ്ങളും ഇനിയും ചിന്തപ്പെടാനുണ്ട്, ഇനിയും നുറുക്കപ്പെടാനുണ്ട്, ഇനിയും സ്വയത്തിൻ്റെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ എത്രമാത്രം നമുക്ക് ദൈവം തന്ന് വിളിച്ച ഉള്ളിടത്തോളം നമ്മൾ എത്രമാത്രം നമ്മെ തന്നെ ദൈവം മുമ്പാകെ ഒരു ശിശുവിനെ പോലെ താഴ്ത്തുന്നു, അത്രയധികം നമുക്ക് മനസ്സിലാവും കർത്താവ് ഇതെല്ലാം ചെയ്ത് നിവൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു, അവിടുന്ന് എല്ലാം ഫിനിഷ് ചെയ്തു. ഇനിയിപ്പം ഐ ജസ്റ്റ് നീഡ് ടു എൻറ്റർ ഹിസ് ഫിനിഷ്ഡ് ലേബർ, ഫിനിഷ്ഡ് വർക്ക്. ആ സ്വസ്ഥതയിൽ പ്രവേശിച്ച് ഞാൻ കർത്താവിൻ്റെ ആ ഒരു ശക്തിയിലാണ് ഇനി അധ്വാനിക്കേണ്ടത്. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു സ്വയത്തിലുള്ളൊരു ശക്തിയിലല്ല, പാപത്തെ ജയിക്കാനാകട്ടെ അല്ലെങ്കിൽ വചനത്തെ അനുസരിക്കാനാവട്ടെ, നമ്മളുടെ തന്നെ പഠിത്തത്തിലോ ജോലി സ്ഥലത്തോ ഒക്കെ നമ്മൾ വിശ്വസ്തരായിട്ടിരിക്കാൻ നമ്മൾ പല കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്. വീട്ടിൽ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുടെ കാര്യം, ഭാവിയിലെ കാര്യം, ഓരോ ബിസിനസ്സിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, പല കാര്യങ്ങൾ, പല ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സ്വയത്തിലാണോ ചെയ്യുന്നത്, വിശ്രമത്തിലാണോ ചെയ്യണമെന്ന് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീട്ടിലോട്ട് പോയാൽ മനസ്സിലാവും. ബഥാനിയയിലെ വീട്ടിലോട്ട് പോകണം. എവിടെയുള്ള വീട്ടിലോട്ട് പോകണം? ഒലിവ് മലയുടെ അടിവാരത്തിലൊരു ബഥനി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തട്ടെ. അവിടെ നമുക്ക് ആ ലൂക്കോസ് 10 അധ്യായത്തിലെ ആ പോർഷൻ നമുക്കറിയാം, മാർത്തയുടെയും മേരിയുടെയും. ഇന്ന് യോഹന്നാൻ 11 അധ്യായത്തിൽ ഈ ബഥാനിയെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണം യോഹന്നാൻ 12 അധ്യായത്തിലാണ്. മറിയം എന്തിനാ പറഞ്ഞേ, കുപ്പിയൊക്കെ പൊട്ടിച്ച് അഭിഷേകം ചെയ്തത് കർത്താവിനെ. എന്നാൽ യോഹന്നാൻ 11 അധ്യായത്തിൽ യേശു ലാസറസിനെ ഉയർപ്പിക്കുന്ന ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് മേരിയെക്കുറിച്ചും മാർത്തയെക്കുറിച്ചും ഒക്കെ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിലൂടെ എഴുതുമ്പോൾ മലയാള ബൈബിളിൽ തുടങ്ങുന്നത് തന്നെ മറിയയുടെയും അവളുടെ സഹോദരിയായ, നമ്മൾ ലൂക്കോസ് 10 കാണുന്നുണ്ട്, മാർത്ത ഉണ്ടായിരുന്നു, അവൾക്കൊരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു. ഇളയ സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു പഴമിഴുങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പമ്മി ഇരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വലിയ ചുണയ സമൃദ്ധിയൊന്നുമില്ല. ഇവിടെ തന്നെ നമ്മൾ യോഹന്നാൻ 11 അധ്യായത്തിലേക്ക് പോകുമ്പം ഇങ്ങനെ മാർത്തയെ ചെന്ന് എതിരെ വെക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ ലോകക്കാരുടെ കണ്ണിൽ അവള് ഇവളെ കൊണ്ട് ഒരു മണം ഗുണമില്ല, അവളിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ഇരിക്കുന്ന ഒരു പമ്മി ഇരിക്കുന്ന ഒരാൾ. പക്ഷേ പരിശുദ്ധാത്മ വിടുന്ന മറിയയുടെയും, അവളാ ഇളയവള്, എന്നാൽ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും നഗരമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. അവിടെ ആണൊരുത്തനായിട്ട് ലാസർ എന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷേ ആരുടെ നഗരമായിട്ട് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെ. ആ മറിയയുടെ ജീവിതത്തിൻ്റെ ആ സൗരഭ്യം അത് 12 അധ്യായത്തിലാണ് പരക്കുന്നത് നമ്മൾ വായിക്കുന്നത്. ആ മുറിയെങ്കും സൗരഭ്യം പരന്നു എന്നൊക്കെ നമ്മൾ 12 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നൊക്കെ യോഹന്നാൻ 12:3 അവസാനം നമ്മൾ വായിക്കുന്നുണ്ടെന്ന്. അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുക അവളുടെ ആ ബഥാനിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മിസറി, അതായത് കഷ്ടങ്ങളുടെ വീടെന്ന ആ വാക്കിൻ്റെ അർത്ഥം.
എന്നാൽ ആ കഷ്ണങ്ങളുടെ വീട് അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സൗരഭ്യത്തിൻ്റെ വീടായി തീർന്നത് ആ മറിയം നമ്മൾ വിചാരിക്കുമ്പോൾ മറിയം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നതാണ്. പക്ഷേ നമ്മളവിടെ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യുനോ അവിടെ എങ്ങനെ നമ്മൾ സ്വയത്തിൽ അധ്വാനിക്കുന്നതാണോ വിശ്രമത്തിലുള്ള ഒരു ആത്മാവിലുള്ള അധ്വാനമാണെന്ന് അറിയുന്നത് വെച്ചാൽ മറിയം നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് മാർത്തയുടെയും മറിയയുടെയും ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പലപ്പോഴും പറയുന്ന ആ ഒരു കാര്യങ്ങൾ. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ, അവിടെ 40-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക് വന്ന കർത്താവ് എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ ഇവര് എന്താ പറഞ്ഞേ, മാർത്ത തന്നെ കുക്ക് ചെയ്യാനായിട്ട് എല്ലാം മാർത്ത അങ്ങ് തന്നെ എല്ലാം ചെയ്തു എന്നുള്ള കാര്യം. കർത്താവും ശിഷ്യന്മാരും വരുന്നത് നേരത്തെ ആളയച്ച് പറഞ്ഞു കാണും. ഇവർ രണ്ടുപേരും കൂടെ കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന കാര്യമായി പറയുന്നേ, എല്ലാം എടുത്ത് വെച്ച് ഒന്ന് സെർവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അത് സെർവ് ചെയ്യാൻ സമയമായില്ല, മീറ്റിംഗ് തീർന്നില്ല, കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴേ ചായ ഉണ്ടാക്കാൻ പോവുക. നമ്മുടെ സഹോദരിമാരെ പലപ്പോഴും ഈ കോട്ടേജ് മീറ്റിങ്ങിന് അവസാനത്ത് പ്രാർത്ഥനയൊക്കെ കാണുമ്പോഴേക്ക് ചിലർ റാപ്ചേർഡ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു ആളെ കാണുന്നില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇല്ല മീറ്റിംഗ് കർത്താവ് അപ്പം ആ മീറ്റിംഗ് തീർന്നില്ല, അതിന് മുമ്പ് തന്നെ അവൾക്ക് പ്ലേറ്റൊക്കെ നിരത്തി വെച്ച് ഞാനെല്ലാം ഭയങ്കര റെഡിമണിയാണെന്നൊക്കെ ഒന്ന് തൻ്റെ സാമർഥ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ അവൾ കർത്താവിനോട് പരാതി പറയുക, കർത്താവെ നിനക്ക് വിചാരമൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവൾ വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. അതാ 41-ാമത്തെ വാക്യത്തിൽ അവളുടെ ഡയഗ്നോസിസ് കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ അവസ്ഥ എന്താ, യു വറീഡ് ആൻഡ് ബോതേർഡ് അബൌട്ട് സോ മെനി തിങ്സ്. ഒത്തിരി കാര്യങ്ങൾ വറീഡ് ആൻഡ് ബോതേർഡ് ആൻഡ് മനസ്സ് കലങ്ങിയിരിക്കുക. വറീഡ് മെരുംനാവു എന്ന് പറഞ്ഞൊരു പദം, ആങ്ഷ്യസ് ഭയങ്കര അസ്വസ്ഥപ്പെട്ട് വിചാരപ്പെട്ട് ആകുലപ്പെട്ട് കലങ്ങിയിരിക്കുക. ബോധേർഡ്, ടെർബാസു, ടെർബുലൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കര കോളുകളൊക്കെ മാതിരി ഇങ്ങനെ എപ്പം പൊട്ടിത്തെറിക്കുക അഗ്നിപർവ്വതം പോലെ. നമ്മൾ അയ്യോ ഞാൻ ഇതെല്ലാം ചെയ്തു, ഞാൻ അതെല്ലാം ചെയ്തു, എന്നെ എന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ, നമുക്ക് ഭയങ്കര ഒരു. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ, കർത്താവിൻ്റെ കാര്യത്തിലിരുന്ന് കേൾക്കുക. അതാ മറിയം തിരഞ്ഞെടുത്ത നല്ല അംശത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്. അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, അവൾ തിരഞ്ഞെടുത്ത നല്ല അംശം എന്താ, കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഓ എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്യം. സീറ്റഡ് അറ്റ് ദ ലോർഡ്സ് ഫീറ്റ് ലിസണിങ് ടു ഹിസ് വേർഡ്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവ് അവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാം. കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പം പല നാളുകൾക്ക് ശേഷം കർത്താവ് വീണ്ടും കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ ശനിയാഴ്ച ചില കർത്താവ് ഒരു വ്യാഴാഴ്ചയാണ് ക്രൂശിക്കപ്പെടുന്നതെങ്കിൽ തലേ ശനിയാഴ്ച ബദനിയിൽ ചെല്ലുമ്പോൾ 6 ദിവസം മുമ്പ് ബദനിയിൽ ചെല്ലുമ്പോൾ ആണ് മറിയത്തിന് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ എന്താ ഉണ്ടായത്, ഈ കർത്താവിനെ അഭിഷേകം ചെയ്യണം, എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള കാര്യമെല്ലാം ഇവിടെ അഭിഷേകം ചെയ്യണം. എന്ന് വെച്ചാൽ അവൾ ഇനാക്റ്റീവായിട്ട് ഇരുന്നവളല്ല, മറിച്ച് അവളായിരുന്നു ആത്മാവിൻ്റെ തലത്തിൽ അവളായിരുന്നു കൂടുതൽ ആക്റ്റീവ്. എന്നാൽ നമ്മൾ സ്വയത്തിലുള്ള അധ്വാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനം കലങ്ങിയും വിചാരപ്പെട്ടും കഴിഞ്ഞിട്ട് ഈവൻ 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു അവൾ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അങ്ങ് ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പെരിസ്പാവോ എന്ന് പറഞ്ഞാൽ അവളുടെ ഫോക്കസ് ഒന്നും സെൻറ്ററിലല്ല, ബാക്കി പല കാര്യങ്ങളിലാണ്. മേജറിങ് ഓൺ ദ മൈനസ്, അത് അയ്യോ അച്ചാറ് വിളമ്പിയില്ല, ഐസ്ക്രീം എടുത്തില്ല, അല്ലെങ്കിൽ ബാക്കി പല പല കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇനി ഒന്നുകൂടെ കറിക്ക് ഉപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കി അതൊന്നും ചെയ്യേണ്ടെന്നുള്ളതല്ല. പക്ഷേ അങ്ങ് ഭയങ്കര അസ്വസ്ഥമായിട്ട് ഭയങ്കര ഒരു പക്ഷേ ആ ഒരു ബാലൻസിലേക്ക് വരാൻ ഒരു എക്സ്ട്രീമിലോട്ട് വെച്ചാൽ കർത്താവിലെ ചെയ്തിരിക്കുന്നതോടെ ഞാനൊന്നും ചെയ്യാതെ വെറുതെ പമ്മിയുടെ ഇരിക്കാം, അതുമല്ല ഞാനെല്ലാം കൂടെ ചെയ്യണമെന്നും പറഞ്ഞ് നമ്മൾ മാർത്തയെ പോലെ വേറൊരു എക്സ്ട്രീമിലോട്ട് പോകുമല്ല, മറിച്ച് അതിൻ്റെ ഒരു ബാലൻസ്ഡായിട്ട് കർത്താവെല്ലാം ചെയ്തിരിക്കുന്നു. കർത്താവെ അവിടുന്ന് എന്താണ് പറയുന്നത്, കർത്താവെ അത് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് ശക്തി തരണം. അതായത് വേറെ ഒരു ഉദാഹരണം പറയുമല്ലോ, പണ്ട് വേറെ 4 ആൺമക്കളാണല്ലോ. അപ്പം പണ്ട് ഒരു മോനോട് പറഞ്ഞ് നീ ചെന്ന് കടയിൽ ചെന്ന് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾ കേട്ട പാടി കേൾക്കാത്ത പാടി അങ്ങ് ഓടി ചെന്ന് തിരിച്ച് അതേ സ്പീഡിൽ ഞാൻ ഓടി വന്നു. പറയാം അച്ഛൻ എനിക്ക് പൈസ തന്നില്ലല്ലോ, അത് നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ, ഞാൻ പറയുന്നതിന് മുമ്പ് നീ അങ്ങ് ഓടിയല്ലോ എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ കർത്താവിൽ കേൾക്കണം. അത് മാത്രമല്ല കർത്താവേ അതിനുള്ള പൈസ, അതിനുള്ള ചിലവ്, കർത്താവേ അതിനുള്ള ശക്തി എന്താണോ ചെയ്യേണ്ടത് കർത്താവ് ചിലപ്പം ശരിയാണ് വീട്ടിൽ നമുക്ക് ഒത്തിരി ജോലിപ്പാടുകളും കാര്യങ്ങളൊക്കെ അധ്വാനവും കാര്യങ്ങളൊക്കെ കാണും.
നമുക്ക് ഓഫീസിലെ പല കാര്യങ്ങൾ കാണും, ചിലപ്പം മക്കളെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച്, സഭയുടെ കാര്യങ്ങൾ, പല പല ഉത്തരവാദിത്തങ്ങളും പല പല കാര്യങ്ങളും ഒത്തിരി ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. നമ്മൾ മടി പിടിച്ചിരിക്കാനുള്ളതല്ല. ശരിക്കും നമുക്ക് ചിലപ്പോൾ അഥവാ ഫ്രീ ടൈം ഉണ്ടെങ്കിലും നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ ചിലവഴിക്കാനും, കൂട്ടായ്മയായിട്ട് ചിലവഴിക്കാനും, ബാക്കി സൗകര്യങ്ങളെ വിളിക്കാനും, എൻകറേജ് ചെയ്യാനും, വിസിറ്റ് ചെയ്യാനും, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് കർത്താവിൽ നിന്ന് കേട്ടാൽ നമുക്ക് പല പല കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരാൻ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച്, കർത്താവേ എബ്രായർ 4 അധ്യായത്തിൽ പറയുന്നതുപോലെ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവേ അവിടെ നിന്നെല്ലാം നിവൃത്തിയാക്കി, അവിടെ നിന്നെല്ലാം കല്യാണ സദ്യ പോലെ അവിടെ നിന്നെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ അവിടുത്തെ മുഖം മൃദുവും ചുമട് ലഘുവാണെന്നുള്ള അത് ആസ്വദിച്ചുകൊണ്ട് കർത്താവേ ഞാൻ നമ്മളിൽ തന്നെ സ്ട്രോങ് ആയിരിക്കുമ്പോഴേ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നത്. മാർത്തയെ പറയുന്ന കർത്താവ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും ചെയ്താലും എല്ലാം കുളഭാവത്തേ ഉള്ളതുകൊണ്ട് കർത്താവേ അവിടുന്ന് പറ കർത്താവേ, അവിടുത്തെ പ്രേരണ അനുസരിച്ച്, അവിടുത്തെ പ്രോംപ്റ്റിംഗ് അനുസരിച്ച് എനിക്ക് നീങ്ങണം ഓരോ ചൂടും അവിടുന്ന് തരുന്ന ശക്തിയോടെ. ശരിയാണ്, ചില കാര്യങ്ങൾ നമുക്ക് സ്പീഡിൽ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടതും, പെട്ടെന്ന് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതും, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ആ സമയത്തും നമ്മൾ ഒരു കൊമ്പും മുന്തിരിവള്ളിയിൽ ചാരിയിരിക്കുന്നതെന്നൊക്കെ നമ്മൾ വസിക്കുന്ന കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 15 അധ്യായത്തിലെ കോട്ടേജ് മീറ്റിംഗ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആ ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ആശ്രയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്പീഡിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഓടി നടന്നൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എങ്കിലും ഹൃദയത്തിലൊരു സ്വസ്ഥത നഷ്ടപ്പെടാതെ, അവിടെ ഒരു പരാതിയും വെറുവെറുപ്പും ഇല്ലാതെ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ, അല്ലെങ്കിൽ അവർ എന്നെ സഹായിച്ചില്ല, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ളൊരു പരാതി വെറുവെറുപ്പൊന്നും ഇല്ലാതെ സ്വസ്ഥതയോടെ കർത്താവിൻ്റെ കാലത്തിലിരുന്ന് കേൾക്കുന്ന സ്വസ്ഥതയോടെ എന്നാൽ അവിടുത്തെ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അത്യന്ത വ്യാപാര ശക്തിയോടെ ഞാൻ അധ്വാനിക്കുന്നു എന്നൊക്കെ കൊളോസ്യർ 1:29 വായിച്ചതിൽ ആ ഒരു ബാലൻസ്ഡായിട്ട് കർത്താവിൻ്റെ സ്വസ്ഥതയോടെ അധ്വാനിക്കുവാൻ, ആ ഒരു വിശ്രമത്തോടെ പോരാടുവാൻ, അത് വളരെ വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നുന്ന ആത്മാവിൻ്റെ തലത്തിലുള്ള ആ ഒരു മിസ്റ്ററി, ആ ഒരു മർമ്മം അത് മനസ്സിലാക്കുവാൻ, അത് കർത്താവ് നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തക്കവണ്ണം അതിനായിട്ട് നമ്മൾ അല്പസമയം കർത്താവിനായിട്ട്, വചനത്തിനായിട്ടെല്ലാം നമ്മൾ ഓരോ ദിവസവും ചെലവഴിക്കണം. കർത്താവിനെ കേട്ട് ശീലിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ആ കേൾക്കുന്ന ശീലത്തോടെ കർത്താവിൽ നിന്ന് കേട്ട് നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. കർത്താവ് നമ്മളെ നടത്തും, വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുക, വിശ്രമിക്കുക, നിൻ്റെ ഭാരം ദൈവത്തിന് കുഞ്ഞാട് വഹിക്കട്ടെ. നമ്മളെ മറ്റേ ആ കാളവണ്ടിയിൽ കയറിയിരുന്ന അമ്മമ്മയെ പോലെ നമ്മൾ കാളവണ്ടിയിൽ ഭാരമായിട്ട് കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പം പിന്നെ നമ്മൾ ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. കാളവണ്ടിക്കകത്തിരിക്കുവാണെങ്കിലും ഭാരം നമ്മൾ തന്നെ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആവാതെ നമ്മളെ എല്ലാ ഭാരവും കർത്താവിൻ്റെ മേൽ, ഇപ്പം ജസ്റ്റിനിപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ എല്ലാ ഭാരവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് ആ കുഞ്ഞാട് ശക്തനാണ്. കുഞ്ഞാടെന്ന് പറയുമ്പോൾ കുഞ്ഞാട് ബലഹീനനാണല്ലോ നമുക്ക് തോന്നാം. എന്നാൽ അവൻ യഹൂദയുടെ സിംഹമാണ്. അവിടുന്ന് അർക്കപ്പെട്ട കുഞ്ഞാടാണ്. അവിടുന്ന് സർവശക്തനായ കുഞ്ഞാടാണ്. ആ സ്വർഗത്തേക്ക് നോക്കുക, തൻ്റെ പ്രമാണങ്ങൾക്കായിട്ട് സ്തുതിച്ചിടുക. എൻ്റെ ഭാരം ഓരോ ഭാരങ്ങൾ അത് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളിലായിരിക്കും ഓരോരോ ഭാരങ്ങളായിട്ടൊക്കെ വരുന്നത്. അത് ഭാരങ്ങളായിട്ട് വരുമ്പോൾ ചെറിയ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകളോ, വ്യാകുല ചിന്തകളോ, പരാതിയോ, പെറുപെറുപ്പോ, അസ്വസ്ഥതകളോ ഒക്കെ വരുമ്പോൾ ഇതെല്ലാം വരുന്നതനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ മേൽ ഇട്ട് കൊടുത്ത് കർത്താവിൽ വിശ്രമിച്ച് കർത്താവിൽ ശക്തി പ്രാപിച്ച് ശക്തിയെ പുതുക്കി, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ ശക്തിയെ പുതുക്കുന്നവർ കഴുകിനെ പോലെ ചെറുകടിച്ച് പറന്നുയരുന്ന അവർ വലിയ കാര്യങ്ങൾ സാധിക്കും. ബാക്കിയുള്ളവർ സ്വയത്തിന് അധ്വാനത്തിൽ മോശയ്ക്ക് ഒരു ഈജിപ്തുകാരനെ കൊല്ലാൻ സാധിച്ചു. എന്നാൽ കർത്താവിൻ്റെ ശക്തി, മോശ നുറുക്കപ്പെട്ടു, കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ മിസ്രയീം സൈന്യം മൊത്തവും കൂടെ ചെങ്കടലിൽ മുങ്ങിപ്പോയതുപോലെ നമ്മളുടെ സ്വയശക്തിയിൽ അത് കറപുരണ്ട തുണികൾ ഇനി ഉൽപ്പാദിപ്പിക്കാതെ, പുല്ലും മരവും വൈക്കോലും ഒന്നും ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ കർത്താവെല്ലാം അത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളും ആകത്തക്ക വണ്ണം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും വട്ടപൂജ്യമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവിൽ വിശ്രമിക്കാം. മറിയത്തെ പോലെ കർത്താവിനെ കേൾക്കാം. അവിടുന്ന് തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ഓരോന്നും കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ച് തന്നെ ഫലം കായ്ച്ച് അത് അധികം ഫലവും വളരെ ഫലവും നിലനിൽക്കുന്ന ഫലമൊക്കെ കായ്ക്കാൻ തക്കവണ്ണം കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൽ ഭാരം ഇട്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് പാടാം. എൻ്റെ ഭാരമോരോന്നും നിന്മേലിട്ടുകൊള്ളും ഞാൻ, എന്നെ ശക്തനാക്കും നീ നൽരക്ഷക. നീ എൻ ഭാരം വഹിക്കും, എന്നെ കൈവിടുകില്ല. എത്ര മഹാശ്വാസം,
ഹല്ലേലൂയ. വിശ്വസിക്ക, വിശ്രമിക്ക, നിന്റെ ഭാരം ദൈവത്തിൻ കുഞ്ഞാടു വഹിക്കട്ടെ. സ്വർഗത്തേക്ക് നോക്കുക നീ, തൻ പ്രമാണങ്ങൾക്കായി നാം സ്തുതിച്ചിടാം. ഞാൻ ക്ഷീണിതനായി എന്നാൽ നിൻ കൈ താങ്ങിടുമെന്നെ. നീ ജയം തരുമെനിക്കെൻ രക്ഷക. സാത്താനിൽ അവകാശം ദൈവ പൈതലിൻ്റെ മേൽ വാഴുമെന്നുമെന്നും ഞാൻ. ഹല്ലേലൂയ. വിശ്വസിക്ക, വിശ്രമിക്ക, നിന്റെ ഭാരം ദൈവത്തിൻ കുഞ്ഞാടു വഹിക്കട്ടെ. സ്വർഗത്തേക്ക് നോക്കുക നീ, തൻ പ്രമാണങ്ങൾക്കായി നാം സ്തുതിച്ചിടാം. ശുഭജീവനാളുകൾക്കായി നിൻഹിതം ത്യജിക്കണം. എന്നാൽ നേടും നൂനം നീ ജീവനന്യർക്കി ക്രിസ്തൻ കൂറ്റിടുന്നു. ഹല്ലേലൂയ. വിശ്രമിക്ക, നിന്റെ ഭാരം ദൈവത്തിൻ കുഞ്ഞാടു വഹിക്കട്ടെ. സ്വർഗത്തേക്ക് നോക്കുക നീ, തൻ പ്രമാണങ്ങൾക്കായി നാം സ്തുതിച്ചിടാം. കാലം വ്യർത്ഥമാക്കാതെ നന്നായോട്ടമോടാം നാം. ശീഘ്രം തീരുമീ ജീവൻ നൽ സോദര. പൂരിൻ ഖേദം കഷ്ടങ്ങൾ എല്ലാം നാം മറന്നിടും. നാഥനോടു ചേർന്നു നാം വാണിടും. വിശ്വസിക്ക, വിശ്രമിക്ക, നിന്റെ ഭാരം ദൈവത്തിൻ കുഞ്ഞാടു വഹിക്കട്ടെ. സ്വർഗത്തേക്ക് നോക്കുക നീ, തൻ പ്രമാണങ്ങൾക്കായി നാം സ്തുതിച്ചിടാം. ജീവിതാന്ത്യമെത്തിയിടും വേഗം തീരും കഷ്ടങ്ങൾ. എന്നുമെന്നും ഒന്നായി നാം തീർന്നിടും. രക്ഷകന്റെ വീട്ടിലങ്ങില്ല വേദന ദുഃഖം. ചൂടും ജീവകിരീടം ആമോദാനാം. വിശ്വസിക്ക, വിശ്രമിക്ക, നിന്റെ ഭാരം ദൈവത്തിൻ കുഞ്ഞാടു വഹിക്കട്ടെ. സ്വർഗത്തേക്ക് നോക്കുക നീ, തൻ പ്രമാണങ്ങൾക്കായി നാം സ്തുതിച്ചിടാം. അതെ കർത്താവേ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുന്നു. വിശ്വാസ നായകനും പൂർത്തിവരുന്നതിനുമായ ആ യേശുവിലേക്ക് നോക്കുന്നു. അതേ കർത്താവേ, അവിടുന്ന് എല്ലാം പൂർത്തി വരുത്തിയിരിക്കുന്നു, നിവൃത്തിയാക്കിയിരിക്കുന്നു. അതേ കർത്താവേ, അവിടുന്ന് ക്രൂശിലെല്ലാം നിവൃത്തിയായി എന്ന് കർത്താവെ പറഞ്ഞ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കും. നന്ദി കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് തികച്ചുവല്ലോ. കല്യാണ സദ്യ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാം എവറിത്തിങ് ഇസ് റെഡി. ഇനി ഞങ്ങൾ കർത്താവെ അവിടുത്തെ ആ ഫിനിഷ്ഡ് വർക്കിൽ, അവിടുത്തെ ആ പൂർത്തിയായ ആ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് അങ്ങ് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച് വിശ്രമിച്ച് അങ്ങ് തരുന്ന ബലത്തിൽ ഞങ്ങൾക്ക് അധ്വാനിച്ചാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വയത്തിൽ നിന്നുള്ള ഒരു സ്വയപ്രയത്നത്തിലല്ലല്ലോ കർത്താവെ, മറിച്ച് അറിയത്തെ പോലെ അങ്ങയുടെ കാൽക്കലിരുന്ന് കേൾക്കുവാനും കർത്താവെ അവിടുത്തെ ആ ചോദനകളനുസരിച്ച്, പ്രേരണകളനുസരിച്ച്, പ്രോംപ്റ്റിങ്സ് സെൻസ് ചെയ്ത് അവിടുന്ന് എന്നോട്
എന്താണ് പറയുന്നത്? എന്താണ് കർത്താവെ അവിടുത്തെ ആ ഫ്രീഡം, അവിടുത്തെ ആ സ്വസ്ഥതയും ജീവനും ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനമാണ് ഞങ്ങൾ വായിക്കുന്നത് പോലെ അവിടുത്തെ കർത്താവെ ആ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന ആ ഒരു ജീവനും സമാധാനത്തിൻ്റെ ഒഴുക്കനുസരിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ കൊമ്പ് മുതലുപടിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്ക്കാനൊക്കെയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവെ അങ്ങയെ പിരിഞ്ഞൊന്നും ചെയ്യാതെ എന്നാൽ അങ്ങയിൽ കർത്താവിനെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്നുള്ള ആ ഒരു വലിയ ബലത്തോടെ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുവാൻ കർത്താവെ, അതേ കർത്താവെ അവിടുത്തെ ആ വ്യാപാര ശക്തിക്കൊത്തവണ്ണം അധ്വാനിക്കുവാൻ ഞങ്ങളുടെ സ്വയശക്തിക്കൊത്തവണ്ണമല്ല. എന്നാൽ കർത്താവെ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ വട്ടപൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെത്ര വിലയേറിയവനാണെന്നും ഞങ്ങളെത്ര മാന്യനാണെന്നും ഞങ്ങളെത്ര സ്നേഹിക്കപ്പെട്ടവനാണെന്നും ഒക്കെ സ്നേഹിക്കപ്പെടുന്നവനാണെന്നും കർത്താവെ അത് മനസ്സിലാക്കി ആ വെളിപ്പാടോടുകൂടി അങ്ങ് ചെയ്ത ആ പ്രവൃത്തിയിൽ വിശ്രമിച്ചുകൊണ്ട് ആ സ്വസ്ഥതയോടെ അധ്വാനിക്കുവാൻ, അതേ കർത്താവെ അത് ലോകത്തിനൊരു വൈരുദ്ധ്യമായിട്ട് തോന്നും. സ്വസ്ഥതയോടെ അധ്വാനിക്കുവാൻ, വിശ്രമിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ലോകക്കാർ ചിന്തിക്കുന്ന ആ ആത്മീയ ജീവിതത്തിലെ ആ പാരഡോക്സ് കർത്താവെ, ആ മർമ്മം അത് കർത്താവെ അതിൻ്റെ ആഴത്തിൽ അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമായിട്ട് എപ്പോഴും ഞങ്ങൾ കർത്താവെ സ്വസ്ഥതയോടെ അധ്വാനിക്കുന്നവരാകുവാൻ, സ്വസ്ഥതയോടെ പോരാടുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെത്തിനെയും സമ്പൂർണ്ണമായിട്ട് തരുന്ന കർത്താവെ നന്ദി യേശുവേ, നന്ദി കർത്താവെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, ഞങ്ങളെ സ്വയധ്വാനങ്ങളെയൊക്കെ അങ്ങ് കഴുകി കളഞ്ഞാട്ടെ. കറപുരണ്ട തുണികളൊക്കെ കർത്താവെ അവിടുന്ന് തന്നെ ഇപ്പോൾ തന്നെ കത്തിച്ച് കളഞ്ഞു കർത്താവെ. അതിനായസത്തിന് മുമ്പാകെ ഇനി വെളിപ്പെടണ്ടല്ലോ കർത്താവെ. എല്ലാം പുന്നും വെള്ളിയും വിലയേറിയ കല്ലുമായിട്ട് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളാവട്ടെ, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാവട്ടെ, ഉത്തരവാദിത്തങ്ങളാവട്ടെ, ഞങ്ങളുടെ പല പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവെ അവിടുത്തെ ശക്തിയോടെ അവിടുത്തെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നതിനൊത്തവണ്ണം കർത്താവെ അധ്വാനിച്ച് പോരാടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി നന്ദി യേശുവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട്ട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ. ആമേൻ.